വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് എംബസിയുടെ പക്കൽ നാടുകടത്തപ്പെട്ടവരുടെയോ പിടിക്കപ്പെട്ടവരുടെയോ യാതൊരു കണക്കുമില്ലെന്ന കാര്യം എംബസി അധികൃതർ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളെ കൂടെ അറിയിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1. നമ്പർ 2, നമ്മൾ ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്തിട്ട് നമുക്ക് ഇവരെ നമ്മളുടെ നാട്ടിലോട്ട് തന്നെ ഇവിടെ അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹി ചെന്നാൽ ഡൽഹിയിൽ നിന്ന് അവർക്ക് മടങ്ങി പോകാൻ വേറെ നിവൃത്തിയില്ല. അതല്ല കൽക്കട്ടയിൽ പോയാൽ കൽക്കട്ടയിൽ പോകാൻ നിവൃത്തിയില്ല. ഞായറാഴ്ച കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയവുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തുമെന്നും വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെടുമെന്നും അംബാസഡറുടെ ചുമതലയുള്ള വിധു പി നായർ ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചു. വൈകിട്ട് നടന്ന പത്രസമ്മേളനത്തിൽ മന്ത്രി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അവരുടെ കയ്യിൽ കറക്റ്റായിട്ടുള്ള കണക്കില്ല എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഏതായാലും ഞായറാഴ്ച നടക്കുന്നവരുടെ ചർച്ചയിൽ അത് കൃത്യമായ കണക്കും അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള പ്രതീക്ഷ. നാടുകടത്തുന്ന ഇന്ത്യക്കാരെ അവരവരുടെ സംസ്ഥാനങ്ങളിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി എംബസിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കേന്ദ്ര പ്രവാസികാര്യമന്ത്രിയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും രാജ്യാന്തര പ്രശ്നമായതിനാൽ സംസ്ഥാന സർക്കാരിന് ഇടപെടുന്നതിൽ പരിമിതികളുണ്ടെങ്കിലും വിഷയം പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള ഗവൺമെൻറ് ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ഈ കാര്യത്തിനകത്ത് ഇടപെടും. ഇന്ത്യ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരും. ഒരു കൺട്രി ടു കൺട്രി ഡിസ്കഷനാണ് അതിനകത്ത് വേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പ്രതിനിധികളാണ് അതിനകത്ത് കൂടുതൽ ശക്തിയായിട്ട് ഇടപെടേണ്ടി വരിക. അവരെ ഇടപെടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം സംസ്ഥാനത്തെ ഗവൺമെൻറ് ചെയ്യും. എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററുടെ മുമ്പിൽ ഈ ഇഷ്യൂ കൊണ്ടുവരുന്നതിന് ശ്രമിക്കും. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇതെത്തിക്കുന്നതിന് വേണ്ടി ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നതാണ്. കുവൈത്തിൽ സ്വകാര്യ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയതായിരുന്നു ആഭ്യന്തരമന്ത്രി. അതേസമയം രാജ്യത്ത് ഇഖാമ പരിശോധന ഇന്നും തുടർന്നു. വഫറയിൽ നടന്ന പരിശോധനയിൽ 259 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ബിനീതിൽഗർ ഭാഗത്ത് നിന്ന് അറസ്റ്റിലായവരിൽ 500-ലധികം പേർ ഇന്ത്യക്കാരാണെന്നാണ് സൂചന. മുനീർ അഹമ്മദ്, മീഡിയ 1